നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മീനശനി ഇടവവ്യാഴം 1200 കൊല്ലവർഷം മീനമാസം 30 ഞായറാഴ്ച ഉദയാദി 50 നാഴിക 20 വിനാഴികയ്ക്ക് ചോതി നക്ഷത്രവും കൃഷ്ണപക്ഷ പ്രതിപദ തിഥിയും പന്നിക്കരണവും വജ്രനാമ ചന്ദ്രാർക്ക യോഗവും കൂടിയ ദിവസം തുലാക്കൂറിൽ മകരലഗ്നത്തിൽ പൃഥ്വിഭൂതത്തിലാണ് ഈ വർഷത്തെ മേഷ വിഷു സംക്രമം വരുന്നത്. വിശാഖ നക്ഷത്രക്കാരുടെ വിഷുഫലപ്രകാരം വലിയൊരു അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ ഉണ്ടാകുന്നൊരു വർഷമായിട്ട് കാണുന്നില്ല. കാരണം വരുമാനത്തിൽ നല്ല വർധനവിന് യോഗം കാണുന്നുണ്ട്, പക്ഷെ ചിലവ് അതുപോലെ തന്നെയാണ്. അപ്പോൾ 11 രൂപ വരുമാനം കിട്ടിയാൽ 11 രൂപ കൂടി ചിലവും കൂടിയായി എന്നാൽ എത്ര ചിലവാക്കിയോ അതനുസരിച്ചുള്ള വരുമാനം ഉണ്ടായി എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. വലിയ കാര്യമായിട്ട് മിച്ചം വയ്ക്കാനൊന്നും പറ്റുന്നൊരു സമയമല്ല. പ്രത്യേകിച്ചും രോഗാവസ്ഥ പോലെയുള്ള പ്രശ്നങ്ങൾ കൊണ്ട് മാനസികമായിട്ട് ടെൻഷൻ കുറച്ച് വർദ്ധിക്കാൻ സാധ്യതയുള്ളൊരു വർഷമാണ്. പല രീതിയിലുള്ള രോഗങ്ങൾ, അതായത് ഒരു രോഗം മാറി ഒന്ന് സ്വസ്ഥമാകുമ്പോഴത്തേക്കും മറ്റൊരു രോഗം എന്ന് പറയുന്ന രീതിയിൽ വരാനുള്ള സാധ്യതയാണുള്ളത്. കാരണം എന്താ വെച്ചെന്നാൽ ശൂലശൽക്ക ഫലങ്ങളിൽ ശൂലഫലമാണ്, ആദിശൂലമാണ്. ആദിശൂലക്കാരെ സംബന്ധിച്ചിടത്തോളം ശാരീരികമായിട്ടുള്ള അവശതകൾ അനുഭവിക്കാനുള്ളൊരു യോഗമാണ് ഈ വർഷത്തിലുള്ളത്. അതുപോലെ തന്നെ ദ്രവ്യനാശം, അതായത് സാമ്പത്തിക ഞെരുക്കം പോലെയുള്ള കാര്യങ്ങൾ, ധനനഷ്ടം പോലെയുള്ള കാര്യങ്ങൾക്ക് യോഗമുണ്ട്. അത് വളരെ ശ്രദ്ധിക്കണം. വരുമാനത്തിൻ്റെ കാര്യത്തിൽ വർധനവുണ്ട്, പക്ഷേ ചിലവ് അതേപോലെ തന്നെ വർദ്ധിച്ചു വരാനുള്ളൊരു സാധ്യതയുണ്ട്. ജനങ്ങളുമായിട്ട്, പുതിയ ജനങ്ങളുമായിട്ട്, ആൾക്കാരുമായിട്ടൊക്കെ ബന്ധപ്പെടാൻ, പുതിയ ഫ്രണ്ട്സുകളൊക്കെ ഉണ്ടാകാനായിട്ട് യോഗമുള്ള സമയമാണ്. ഇതൊക്കെയാണെങ്കിലും അടിസ്ഥാനപരമായിട്ട് മാനസികമായിട്ട് കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കൂടായികയില്ല. അപ്പോൾ പ്രത്യേകിച്ചും വിശാഖ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴികയിൽ ജനിച്ചവർക്ക് അഷ്ടമത്തിലേക്കാണ് വ്യാഴം വരുന്നത്. ഇപ്പോൾ അഷ്ടമത്തിലാണ് വിശാഖ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴികയിൽ നിൽക്കുന്നവർക്ക് ഈ വ്യാഴം നിൽക്കുന്നത്. അനിഷ്ട സ്ഥാനത്താണ്. ഇനിയിപ്പോൾ ശനിയുടെ മാറ്റം വരും, 6ലേക്ക് മാറ്റം വരും. വിശാഖ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പാദത്തിലുള്ളവർക്ക് കണ്ടശനിയാണ്. അപ്പോൾ കണ്ടശനീൻ്റെ മാറ്റം വന്നാലും 5ലേക്ക് വരും. അപ്പോൾ ആ ശനിയുടെ അനിഷ്ടഭാവസ്ഥിതിയും ഒക്കെ കാണുന്നത് ഒരു നിരാശ പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. അപ്പോൾ അലസത വർദ്ധിക്കുക, ശുഭപ്രതീക്ഷ കുറേ, ഇതൊക്കെയാണ്. അപ്പോൾ എന്താണെങ്കിലും നന്നായിട്ട് ശ്രദ്ധിക്കുക, പ്രാർത്ഥിക്കുക. അപ്പോൾ ഒരു വർഷം കഴിഞ്ഞാൽ അടുത്ത വർഷം ഏറ്റവും കൂടുതൽ അനുകൂലമായ ഗുണങ്ങൾ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിയിട്ട് ശുഭപ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.